ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിത്ത് PSC. നാളെ നടക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം? ഓപ്ഷൻ സി ബംഗാൾ. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ ബി വീരേശലിംഗം. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത്? ഓപ്ഷൻ സി ലക്നൗ മൗലവി അഹമ്മദുള്ള. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദിലാണ് മൗലവി അഹമ്മദുള്ള നേതൃത്വം നൽകിയത്. അത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായി രേഖപ്പെടുത്തിയിരിക്കുന്നവയാണ് കാൺപൂർ നാനാ സാഹിബ്, ഝാൻസി റാണി ലക്ഷ്മി ഭായി, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. ചരിത്രപ്രസിദ്ധമായ ലാഹോർ സമ്മേളനം നടന്ന വർഷം? ഓപ്ഷൻ ബി 1929. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി DK കാർവേ. പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം? ഓപ്ഷൻ ഡി 1954. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ദേശീയ വിദ്യാഭ്യാസ നയം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി ന്യൂഡൽഹി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1969. 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച മലയാളി? ഓപ്ഷൻ സി ശങ്കരൻ നായർ. കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1936. പൂക്കോട്ടൂർ സംഭവം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി മലബാർ കലാപം. സമത്വ സമാജം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1921 നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചുകൂട്ടിയത് ഇവയിൽ എവിടെയാണ്? ഓപ്ഷൻ ബി ഒറ്റപ്പാലം. ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി പ്രിയാമ്പിൾ. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത്? ഓപ്ഷൻ എ 44. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെപ്പറ്റി പറയുന്നു. ഇപ്പോൾ നമുക്ക് എത്ര മൗലിക കടമകളുണ്ട്? ഓപ്ഷൻ സി 11. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് താഴെ പറയുന്ന ഏത് സ്ഥാപനമാണ്? ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പ്രസിഡന്റ് രാജിവെക്കുകയോ മരിക്കുകയോ പാർലമെന്റ് പുറത്താകുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗാന്ധിജിയുടെ ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഗ്രാമപഞ്ചായത്ത് രൂപീകരണം. ലോകത്ത് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എവിടെയായിരുന്നു? ഓപ്ഷൻ സി കേരളം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ 1 and 2 ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: മഞ്ഞുമൂടിയ ഹിമാലയൻ പർവ്വതനിരകൾക്ക് തൊട്ട് തെക്കുഭാഗത്തെ പ്രദേശങ്ങളിൽ തണുപ്പിന്റെ കാഠിന്യം കുറവാണ്. പ്രകൃതിരമണീയമായ ഹിമാലയൻ പർവ്വതനിരകൾക്ക് തെക്കുഭാഗത്തായി നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂപ്രകൃതി വിഭാഗം? ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി സിക്കിം. ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം?
ഓപ്ഷൻ സി തമിഴ്നാട്. ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി? ഓപ്ഷൻ ബി ഗോദാവരി. 2011 മാർച്ച് 1 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻ ബി കൊട്ടിയൂർ വന്യജീവി സങ്കേതം. ആനമുടിച്ചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ഓപ്ഷൻ എ ദേവികുളം. കേരളത്തിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന മണ്ണിനം? ഓപ്ഷൻ സി ചെങ്കൽ മണ്ണ്. കേരളം സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ സി ഒക്ടോബർ 13. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി 2019. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ എ കൈറ്റ്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടുന്നവയാണ് ശുചിത്വ മിഷൻ, കില, കുടുംബശ്രീ. കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി പീച്ചി. ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഓപ്ഷൻ എ നീലഗിരിയിലെ ഇളമ്പലാരി കുന്നുകൾ. കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ ഡി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. ചേറ്റുവ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ സി തൃശൂർ. കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതി ഏത്? ഓപ്ഷൻ എ മെഡിസെപ്പ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. മസ്തിഷ്ക മരണത്തോടെ അവയവദാനം നടത്തുന്ന സംസ്ഥാന സർക്കാർ ആരോഗ്യ പദ്ധതി ഏത്? ഓപ്ഷൻ സി മൃതസഞ്ജീവനി. താഴെ പറയുന്നവയിൽ വൈറസുമായി ബന്ധമില്ലാത്ത പ്രത്യേകത ഏത്? ഓപ്ഷൻ ഡി മനുഷ്യരിൽ മാത്രം രോഗമുണ്ടാക്കുന്നു. ഇവിടെ തന്നിരിക്കുന്നതിൽ വൈറസുമായി ബന്ധമുള്ള പ്രത്യേകതകളാണ്: കോശത്തിന് വെളിയിൽ നിർജീവം, ആതിഥേയ കോശത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകുന്നു, DNA-യും പ്രോട്ടീൻ കവചവും ഉണ്ട്. അടുത്തിടെ ചൈനയിൽ ജീൻ എഡിറ്റിംഗിലൂടെ ജനിച്ച ഇരട്ട കുട്ടികൾക്ക് ഡാഷ് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായി പ്രഖ്യാപിക്കപ്പെട്ടു. ഓപ്ഷൻ എ എയ്ഡ്സ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ ഏവ? ഓപ്ഷൻ ബി ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. വിത്ത് കോശങ്ങൾ സ്റ്റെം സെൽസ് എന്നാൽ? ഓപ്ഷൻ സി 3. ശരീരത്തിലെ ഏത് കോശമായും മാറാൻ കഴിവുള്ളവ? താഴെ പറയുന്നവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 2 ആൻഡ് 3. ശരിയായ പ്രസ്താവനകൾ: ചില പ്രോട്ടീനുകളാണ് ആൻറ്റിബോഡികൾ. ആൻറ്റിബോഡികളെ ഇമ്മ്യൂണോഗ്ലോബിനുകൾ എന്ന് വിളിക്കുന്നു. വാക്സിനുകൾക്കെതിരെ ശരീരം ആൻറ്റിബോഡികൾ നിർമ്മിച്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം എന്ത്? ഓപ്ഷൻ ഡി 3. മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഡാഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ കുറഞ്ഞ നേരത്തേക്ക് സ്വന്തമായോ അല്ലെങ്കിൽ യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ സാധനങ്ങൾ പെട്ടെന്ന് കയറ്റാനോ ഇറക്കാനോ വാഹനം നിർത്തുന്നു എന്നതാണ്. ഓപ്ഷൻ ബി സ്റ്റോപ്പിംഗ്. ഒരു മോട്ടോർ വാഹനം ഡാഷിലൂടെ ആയിരിക്കണം ഓടിക്കേണ്ടത്. ഓപ്ഷൻ എ ക്യാരേജ് വേ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ വാഹനം പിടിച്ചെടുക്കുകയും തടങ്കലിൽ വയ്ക്കുകയും ചെയ്യാവുന്ന കുറ്റം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ലൈസൻസ് ഇല്ലാതെയോ പ്രായപൂർത്തിയാകാതെയോ വാഹനം ഓടിച്ചാൽ, വാഹനം രജിസ്റ്റർ ചെയ്യാതെ ഉപയോഗിച്ചാൽ, പെർമിറ്റ് ഇല്ലാതെ വാഹനം ഉപയോഗിച്ചാൽ. ഈ കുറ്റം ചെയ്താൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാ കുറ്റങ്ങളും. യാത്രക്കാർക്ക് നേരെയുള്ള ആക്രമണം, ചരക്ക് വണ്ടികളിൽ അമിതഭാരം കയറ്റുന്നത്, അധികാരമുള്ള ഏതെങ്കിലും വ്യക്തി സിഗ്നൽ നൽകിയിട്ട് വാഹനം നിർത്താതിരുന്നാൽ. ചുവന്ന ബോർഡിനോടൊപ്പം വൃത്താകൃതിയിൽ കാണപ്പെടുന്ന റോഡ് അടയാളങ്ങൾക്ക് പറയുന്ന പേര്? ഓപ്ഷൻ സി നിർബന്ധിത ചിഹ്നങ്ങൾ. താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ഇളക്കമുള്ള മണ്ണ്. ഡാഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്യാരേജ് വേയിൽ വാഹന ഗതാഗതത്തിന് സമാന്തരമായി സജ്ജീകരിക്കുന്ന റോഡ് അടയാളങ്ങൾ എന്നതാണ്. ഓപ്ഷൻ എ ലോഞ്ചിറ്റ്യൂഡിനൽ മാർക്കിംഗ്. ഒരു വാഹനം ഇടതുവശത്തുകൂടെ മറികടക്കപ്പെടാവുന്ന സാഹചര്യം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിലും. മൾട്ടി ലൈനിലൂടെ ഓടിച്ചു പോകുമ്പോൾ മറികടക്കപ്പെടേണ്ട വാഹനം റോഡിൻ്റെ മധ്യഭാഗത്തു നിന്ന് വലത്തോട്ട് തിരിയുകയാണെങ്കിൽ
മുന്നിലെ വാഹനം നിർത്തിയിട്ടിരിക്കുകയും ഇടതുവശത്തുകൂടി കടക്കുന്നത് സുരക്ഷിതവും ആണെങ്കിൽ. ഒരു വാഹനം മറ്റൊരു വാഹനത്തെ മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യം. ഓപ്ഷൻ സി, മുന്നിലെ റോഡ് കാണാത്ത വളവിൽ. ഒരേ ഗണത്തിൽപ്പെട്ട രണ്ട് റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ ഏതു വശത്തു നിന്ന് വരുന്ന ഡ്രൈവർക്കായിരിക്കും റൈറ്റ് ഓഫ് വേ. ഓപ്ഷൻ എ, വലതുവശത്തുള്ള. തികച്ചും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു വാഹനം ഒരു തുരങ്കത്തിൽ നിർത്തിയിടേണ്ടി വന്നാൽ പ്രതിഫലിക്കുന്ന മുന്നറിയിപ്പ് ത്രികോണം വാഹനത്തിൻ്റെ മുന്നിലും പിന്നിലും ഡാഷ് മീറ്റർ അകലത്തിൽ വെക്കേണ്ടതാണ്. ഓപ്ഷൻ ബി, 20. ഒരു ജംഗ്ഷനിൽ നിന്ന് മുന്നിലേക്കും പിന്നിലേക്കും ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത ദൂരം. ഓപ്ഷൻ ബി, 50 മീറ്റർ. അടിയന്തര വാഹനങ്ങളുടെ മുൻഗണന താഴെ പറയുന്നവയിൽ ഏതു പ്രകാരമാണ്? ഓപ്ഷൻ സി, ഫയർ സർവീസ് വാഹനം, ആംബുലൻസ്, പോലീസ് സർവീസ് വാഹനം. കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങളുടെ പരമാവധി വേഗത പരിധി മണിക്കൂറിൽ ഡാഷിൽ കൂടാൻ പാടില്ല. ഓപ്ഷൻ ബി, 25 കിലോമീറ്റർ. കേരളത്തിലെ 4 വരിപ്പാതയിൽ മോട്ടോർ കാറിന് അനുവദിക്കപ്പെട്ട പരമാവധി വേഗത മണിക്കൂറിൽ ഡാഷ് കിലോമീറ്ററാണ്. ഓപ്ഷൻ ഡി, 90. ഒരു പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന പരമാവധി സ്ഫോടക വസ്തുക്കളുടെ അളവ്. ഓപ്ഷൻ ഡി, കൊണ്ടുപോകാൻ പാടില്ല. ഫോഗ് ലാമ്പ് ഡാഷിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാവൂ. ഓപ്ഷൻ എ, ഡിപ്ഡ് ഹെഡ്ലൈറ്റ്. താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി, നിയന്ത്രണ മേഖല കഴിഞ്ഞു. BS4 മാനദണ്ഡത്തിലുള്ള എഞ്ചിൻ ഘടിപ്പിച്ച വാഹനത്തിൻ്റെ പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. ഓപ്ഷൻ ബി, 1. വാടകയ്ക്കോ പ്രതിഫലനത്തിനോ വേണ്ടി എത്ര യാത്രക്കാരെ വരെ ചരക്കു വാഹനങ്ങളിൽ കയറ്റാം? ഓപ്ഷൻ എ, ആരെയും കയറ്റാൻ പാടില്ല. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിൻ്റെ കാലാവധി. ഓപ്ഷൻ ഡി, 5 വർഷം. രാത്രികാലങ്ങളിൽ പറയുന്ന ഹൈബീം ഉപയോഗിക്കൽ നിരോധിച്ചിരിക്കുന്ന സന്ദർഭം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളിലും. മുന്നിൽ വരുന്ന വാഹനം സമീപിക്കുമ്പോൾ, മറ്റൊരു വാഹനത്തിൻ്റെ പിറകിൽ പോകുമ്പോൾ, പ്രകാശമുള്ള റോഡിൽ പോകുമ്പോൾ. വാഹന ഗതാഗതത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ജംഗ്ഷനിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതോ അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നതോ ആയ ഒരു സംവിധാനത്തെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി, ട്രാഫിക് ഐലൻഡ്. താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ്. വാഹനം ഇടത്തോട്ട് തിരിയുന്നതിന് വേണ്ടി കൈകൊണ്ട് എങ്ങനെയാണ് സിഗ്നൽ കൊടുക്കേണ്ടത്? ഓപ്ഷൻ സി, വലത് കൈ നീട്ടി ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ കറക്കുക. ലൈറ്റ് മോട്ടോർ വാഹനം എന്നാൽ? ഓപ്ഷൻ സി, ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 7500 കിലോഗ്രാമിൽ കവിയാത്തത്. ഇവയിൽ ഏത് ഫോമാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കേണ്ടത്? ഓപ്ഷൻ ബി, ഫോം 2. ഒരു ലൈറ്റ് മോട്ടോർ വാഹനം ചുരുങ്ങിയത് എത്ര കാലയളവ് ഓടിച്ച പരിചയം ഉണ്ടെങ്കിലേ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. ചുരുങ്ങിയ കാലയളവ് എത്ര? ഓപ്ഷൻ സി, 1 വർഷം. ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. ഓപ്ഷൻ ബി, 20 വയസ്സ്. വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം ഡാഷ് ആകുന്നു. ഓപ്ഷൻ എ, വെള്ള. ബ്രീത്ത് അനലൈസർ മുഖേനയുള്ള പരിശോധനയിൽ രക്തത്തിൽ ഡാഷിൽ കൂടുതൽ ആൽക്കഹോൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ വാഹനത്തിൻ്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. ഓപ്ഷൻ എ, 30 mg/ബാർ 100 ml. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീരുന്നതിൻ്റെ എത്ര നാൾ മുൻപ് വരെ പുതുക്കാം? ഓപ്ഷൻ ഡി, 1 വർഷം. ഡാഷ് ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം. ഓപ്ഷൻ സി, ഫോം 59. ട്രാഫിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ എല്ലാം ചേർത്ത്. എല്ലാ തരത്തിലുമുള്ള വാഹനങ്ങളും, കാൽനടക്കാർ, ഒറ്റയ്ക്കോ കൂട്ടം കൂടിയോ നടക്കുന്ന മൃഗങ്ങൾ. ഭാരത് സ്റ്റേജ് 6ന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഡാഷ് ആകുന്നു. ഓപ്ഷൻ ബി, 1 വർഷം. ഫ്ലഡ് ഗേജ് ഒരു ഡാഷ് അടയാളമാണ്. ഓപ്ഷൻ എ, വിവരദായക ചിഹ്നം. താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി, ഉയരപരിധി. ഒരു ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടങ്ങുന്ന ഡ്രൈവറായ നിങ്ങൾക്ക് അഭിമുഖമായി ഗിവ് വേ എന്നെഴുതിയ സൈൻ ബോർഡ് കാണുന്നു. ഇത് എന്ത് നിർദ്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്? ഓപ്ഷൻ ബി, മറ്റു വാഹനങ്ങൾക്ക് ഞാൻ വഴി മാറിക്കൊടുക്കും. കേരളത്തിൽ സ്കൂൾ പരിസരത്ത് മോട്ടോർ വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ ഡാഷ് കിലോമീറ്ററായി നിജപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ എ, 30 കിലോമീറ്റർ. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ മോട്ടോർ കാറുകളുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ഗ്രീൻ ടാക്സ് എത്രയാണ്? ഓപ്ഷൻ സി, 600 രൂപ. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിനാവശ്യമായ വീതിയില്ലാത്ത കുത്തനെയുള്ള റോഡുകളിലും മലമ്പ്രദേശത്തുമുള്ള റോഡുകളിലും ഏതു വാഹനത്തിന് മുൻഗണന നൽകണം? ഓപ്ഷൻ ബി, കയറ്റം കയറി വരുന്ന വാഹനത്തിന്. ഒരു ത്രികോണത്തിനുള്ളിലുള്ള കോഷണറി സൈനിൽ ഒരു റെയിൽവേ എഞ്ചിൻ്റെ ചിത്രം കാണുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓപ്ഷൻ എ, കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസ് മുന്നിലുണ്ട്.
വാഹനത്തിൻ്റെ പിൻഭാഗത്ത് ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റിംഗ് ടേപ്പിൻ്റെ നിറം. ഓപ്ഷൻ സി ചുവപ്പ്. തൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ ഡ്രൈവർ എത്രയും വേഗം ഡാഷ് സമയത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. ഓപ്ഷൻ ഡി 24 മണിക്കൂർ. മദ്യപിച്ചു വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ഡി ഫൈനും തടവ് ശിക്ഷയും ലൈസൻസ് അയോഗ്യതയും കിട്ടാവുന്ന കുറ്റമാണ്. ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് ഉപയോഗിക്കേണ്ട ഫോമുകൾ. ഓപ്ഷൻ സി ഫോം 29, ഫോം 30. നിങ്ങൾ വാഹനം ഓടിച്ചു മറ്റൊരു വാഹനത്തെ പിന്തുടരുമ്പോൾ എത്ര അകലം പാലിക്കണം? ഓപ്ഷൻ സി മുന്നിലെ വാഹനം സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയാലും നിങ്ങൾക്ക് സുരക്ഷിതമായി നിർത്താനുള്ള അകലം. നീല നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പ്രതലത്തിൽ വെള്ള നിറത്തിൽ ഹോണിൻ്റെ ചിത്രം വരച്ചിട്ടുള്ള റോഡ് സൈൻ ബോർഡ് കണ്ടാൽ അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ബി നിർബന്ധമായും ഹോൺ മുഴക്കണം. ഒരു വാഹനത്തിൽ ലഭ്യമായിട്ടുള്ള റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഉപയോഗിക്കേണ്ടത്. ഓപ്ഷൻ ബി വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്